ഹലോ ഓൾ, വെൽക്കം ടു Prepwise. Prepwise-ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5ാമത്തെ സെഷനാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ 4ാമത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ട് നമ്മൾ 2022 ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ള 2022 CUETയിലെ പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പൊളിറ്റിക്കൽ സയൻസിന് മാത്രമല്ല മറ്റ് സബ്ജക്ട്സിൻ്റെയും ജനറൽ ടെസ്റ്റിൻ്റെയും സെക്ഷൻ 1 ഇംഗ്ലീഷിൻ്റെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചാനലിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. CUET 2023 എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. 2024 അതായത് +1 ഉള്ളവരാണെങ്കിൽ 2024 നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ നടക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ലിങ്കുകളൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ CUET റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5ാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ഓരോ സെഷനിലും നമ്മൾ 10 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സെഷനിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 5ാമത്തെ ആകുമ്പോൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ കഴിഞ്ഞ വർഷം 2022 3-4 ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, പല ദിവസങ്ങളായിട്ട് ഡേറ്റിൽ. അപ്പോൾ നമ്മളടുത്തൊരു 3 to 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് പല സെഷനുകളായിട്ട്. അപ്പോൾ ഓരോ മറ്റ് സബ്ജക്ട്സിൻ്റെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ 2023 എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയാൽ, യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കി കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാസേജ് വന്നിട്ട് അത് വായിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 10 ക്വസ്റ്റ്യനും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വലിയ പ്രയർ നോളജ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ആ പാസേജ് വായിക്കുന്നു, അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, കുറച്ച് എളുപ്പമാണ്. അപ്പം കെയർഫുള്ളായിട്ട് പാസേജ് വായിക്കാം. അപ്പം ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങളും വായിക്കുക കൂട്ടത്തിൽ. ഓക്കെ, പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. റീഡ് ദ പാസേജ് ബിലോ, ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിട്ട് പാസേജ് വായിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CUET എക്സാം നിങ്ങൾ ഇപ്പം 2023 ഇങ്ങനെയുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെ 4-5 ക്വസ്റ്റ്യൻസ് അതിൻ്റെ സബ്ബായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പാസേജാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് പാസേജ് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് സോവിയറ്റ് യൂണിയൻ എക്സ്പ്രസ് ദർ ഡിസെന്റ്? ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഹൗ മെനി റിപ്പബ്ലിക്സ് വേർ ദർ ഇൻ USSR? And which of the following is not a reason for the disintegration of Soviet Union? And which statement is not correct about the Communist Party of Soviet Union? And which statement is not correct about the republics of USSR? അങ്ങനെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി പാസേജ് ഈസ് സംതിങ് റിലേറ്റഡ് ടു USSR ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ പാസേജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പാസേജ് വായിക്കുമ്പോഴും ആ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്കൊന്നുകൂടി സ്ട്രെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാസേജ് വായിക്കാം. ദ സോവിയറ്റ് സിസ്റ്റം ഹൗവർ ബിക്കേം വെരി ബ്യൂറോക്രാറ്റിക് ആൻഡ് അതോറിറ്റേറിയൻ. അപ്പോൾ സോവിയറ്റ് സിസ്റ്റം നല്ല രീതിയിൽ ബ്യൂറോക്രാറ്റിക് ആണ്, അതോറിറ്റേറിയൻ ആണെന്ന് പറയുന്നത്. മേക്കിംഗ് ലൈഫ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഇറ്റ്സ് സിറ്റിസൺസ്. ഓക്കെ, ലാക്ക് ഓഫ് ഡെമോക്രസി ആൻഡ് ആബ്സെൻസ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഷിഫ്റ്റഡ് പീപ്പിൾ ഹു ഓഫൺ എക്സ്പ്രസ് ദർ ഡിസെന്റ് ഇൻ ജോക്സ് ആൻഡ് കാർട്ടൂൺസ്. അപ്പം എങ്ങനെയാണ് പീപ്പിൾ ഡിസെന്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ നേരത്തെ വായിച്ചാൽ. Okay, most of the institution of the Soviet state needed reform. Okay, the one-party system represented by the Communist Party of Soviet Union had tight control over all institutions and was unaccountable to the people. Okay, unaccountable to the people ആയിരുന്നു അവിടുത്തെ സോവിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ. The party refused to recognize the urge of people in the 15 different republics that formed the Soviet Union to manage their own affairs, including their cultural affairs. Okay, although on paper Russia was only one of the 15 republics that altogether constituted the
USSR, in reality Russia dominated everything. And people from other regions felt neglected and often suppressed. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു USSRനെ ക്രിട്ടിക്ക് ചെയ്ത്, അല്ലെങ്കിൽ സോവിയറ്റ് സിസ്റ്റത്തെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള ഒരു 1970s 80s നടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ 1950s ശേഷം ഡിസിൻറ്റഗ്രേഷൻ വരെയുള്ള കാലയളവിൽ ഒരു സോവിയറ്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ USSRന്റെ ആ സിസ്റ്റത്തെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് സോവിയറ്റ് യൂണിയൻ എക്സ്പ്രസ് ദർ ഡിസെൻറ്റ്? എങ്ങനെയായിരുന്നു സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ അവരുടെ ഡിസെൻറ്റ് എങ്ങനെയായിരുന്നു അവർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. ബൈ ഓർഗനൈസിങ് ബിഗ് റാലീസ്, ബൈ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്, ബൈ ഓർഗനൈസിങ് സ്റ്റേജ് ഷോസ്, ബൈ മേക്കിംഗ് ജോക്സ് ആൻഡ് കാർട്ടൂൺ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. ഇവിടെ ഏതാ പാസേജിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പീപ്പിൾ ഹു ഓഫൺ എക്സ്പ്രസ് ദെയർ ഡിസെൻറ്റ് ഇൻ ജോക്സ് ആൻഡ് കാർട്ടൂൺസ്. പീപ്പിൾ ഹു ഓഫൺ എക്സ്പ്രസ് ദെയർ ഡിസെൻറ്റ് ഇൻ ജോക്സ് ആൻഡ് കാർട്ടൂൺസ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ബൈ മേക്കിംഗ് ജോക്സ് ആൻഡ് കാർട്ടൂൺസ്, ഓപ്ഷൻ ഡി. അപ്പോൾ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വരുമ്പോൾ ഒന്നുകൂടി പാസേജിലോട്ട് പോവാം, ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യം ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് ആ പാസേജിൽ നിന്ന് കറക്റ്റ് ആ സെൻറ്റൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. യാ ആമിന, റഷീദ് ആൻഡ് കിഷോർ കറക്റ്റാണ്. ഡി വെൽക്കം. ആൻഡ് യാ ബൈ മേക്കിംഗ് ജോക്സ് ആൻഡ് കാർട്ടൂൺസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഐ ഹോപ്പ് അമിന ആൻഡ് കിഷോർ ഹാവ് റെഡ് ദ പാസേജ്. അപ്പോൾ നമുക്ക് ഞാൻ ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ക്വസ്റ്റിലോട്ട് പോയാൽ പോരാ. യാ ഹൗ മെനി റിപ്പബ്ലിക്സ് വേർ ദർ ഇൻ USSR? USSRൽ എത്ര റിപ്പബ്ലിക്സ് ഉണ്ട് എന്നാണ് അടുത്ത ചോദ്യം. 15, 12, 3, 10. നമ്മൾ ആ പാസേജ് വായിച്ചപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഡയറക്റ്റ്. അപ്പോൾ അത് പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഈ ഒരു പേപ്പറിൽ പാസേജ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടാണ്. ഇനി നമുക്ക് നോക്കാം, അടുത്ത 2-3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം പാസേജ് റിലേറ്റഡ് എത്ര ടഫ്നെസ് ഉണ്ട് കാര്യങ്ങളൊക്കെ. എന്തായിരിക്കും ഇതിന്? യാ ആമിന റഷീദ് 15, കിഷോർ 15. കറക്റ്റാണ് 15 റിപ്പബ്ലിക്സ് വേർ ദർ ഇൻ ദ. ഓക്കെ, ഇവിടെ റഷ്യ വാസ് ഓൺലി വൺ ഓഫ് ദ 15 റിപ്പബ്ലിക്സ് അല്ലേ. കറക്റ്റ് ഇവിടെ ഉണ്ട് അല്ലേ, സിമ്പിളാണ്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് 15 ഡിഫറെൻറ്റ് റിപ്പബ്ലിക്സ് ദാറ്റ് ഫോം ദ സോവിയറ്റ് യൂണിയൻ. അതും പറഞ്ഞിട്ടുണ്ട് എത്ര റിപ്പബ്ലിക്സ് ആണ് സോവിയറ്റ് യൂണിയനെ ഫോം ചെയ്തതെന്നുള്ള 15. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ അല്ലാത്തത് ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമല്ലാത്ത ഒരു റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഓപ്ഷൻ ബ്യൂറോക്രാറ്റിക് ആൻഡ് authoritarian system, option B lack of democracy and freedom, and option C Russian dominance over Soviet Union, and option D capitalist policies followed by the state. ഇതിൽ ഏതാണ് നോട്ട് എ റീസൺ ഫോർ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR? വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ പാസേജ് വായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു ഓപ്ഷൻ ഭയങ്കരമായിട്ട് ഒരു ഓഡ് വൺ ഔട്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമല്ലാത്ത ഒരു റീസൺ? വളരെ സിമ്പിളാണ്. ഇതെല്ലാം മറ്റ് 3 ഓപ്ഷനും പാസേജിൽ അവിടെ ഇവിടെ ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുമ്പോൾ ഓരോ ഭാഗത്തായിട്ട് അത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഒരു ഓപ്ഷനിൽ ആ ഒരു കാര്യം പറയുന്നില്ല, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഏതാണത്? കിഷോർ ഡി. യാ കിഷോർ. ആൻഡ് ആമിനക്ക് എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യാം ആമിനയുടെ ആൻസറിന് വേണ്ടിയിട്ട്. കിഷോർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ കറക്റ്റാണ് കിഷോർ. ഓപ്ഷൻ ഡി ക്യാപിറ്റലിസ്റ്റ് പോളിസീസ് ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ്. അതൊരിക്കലും സോവിയറ്റ് യൂണിയൻ ഫോളോ ചെയ്യില്ലല്ലോ, നിങ്ങൾക്കറിയാം നല്ലത്. ഞാനത് പറയണ്ടത്. യാ അമിന സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യൻ ഡോമിനൻസ് ഓവർ സോവിയറ്റ് യൂണിയൻ അല്ല, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് പോളിസീസ് ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ്. യാ ഓക്കെ യാ. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് പോളിസീസ് ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ്? ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് പോളിസി ഒരിക്കലും സോവിയറ്റ് യൂണിയൻ ഫോളോ ഇല്ല, അവിടെ സോഷ്യലിസ്റ്റ് പോളിസി ആയിരുന്നു. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഒരു
നെഗറ്റീവ് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് മൂന്നത്തെ നോക്കുമ്പോൾ അതുമായി ഒട്ടും യോജിക്കാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മുടെ പാസേജിലും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതൊരു ജനറൽ പാസേജ് ആണ്. ചിലപ്പം പാസേജിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചിലപ്പം പാസേജിൽ ചിലപ്പം നമ്മളെ കോമൺ സെൻസിന് വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ പാസേജിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാസേജിൽ എന്താണോ ഇല്ലാത്തത് അങ്ങനെ എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇതിപ്പം ആ ഒരു പാസേജ് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അങ്ങനെ ക്രിട്ടിക്കായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് പാസേജ് വായിക്കാണ്ട് ഇത് ചെയ്യാം. പക്ഷേ എപ്പോഴും പാസേജിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, പാസേജിൽ എന്താണോ പറയുന്നത് ആ കാര്യം എന്നുള്ള രീതിയിൽ ചെന്ന് ചെയ്യാം. സോവിയറ്റ് യൂണിയൻ അതന്നെ കിഷോർ കറക്റ്റാണ്. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസം ആണ് ഫോളോ ചെയ്യുന്നത്, ക്യാപിറ്റലിസ്റ്റ് പോളിസി അല്ല. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? വീണ്ടും നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും നമ്മൾ ശരിക്കും വായിക്കണം, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് about the Communist Party of the Soviet Union? സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനിലെ ഒരു പാർട്ടിയാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഹാഡ് ടൈറ്റ് കൺട്രോൾ ഓവർ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇറ്റ് വാസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ആൻഡ് തേർഡ് വൺ, ഇറ്റ് റെഫ്യൂസ് ടു റെക്കഗ്നൈസ് ദ ഏർജ് ഓഫ് ദ പീപ്പിൾ ഇൻ 15 റിപ്പബ്ലിക്സ്. ആൻഡ് ഇറ്റ് വാസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വൺ പാർട്ടി സിസ്റ്റം. ഇതും ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ആ പാസേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആമിന റഷീദ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി. കിഷോർ കറക്റ്റ്. ഓപ്ഷൻ ബി, ഇറ്റ് വാസ് അക്കൗണ്ടബിൾ ടു പീപ്പിൾ. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഒരിക്കലും അത് അക്കൗണ്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പാസേജിൽ ഒന്നോട്ട് ഇവിടെ പോവാം. ടൈറ്റ് കൺട്രോൾ ഓവർ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ടൈറ്റ് കൺട്രോൾ ഓവർ ആൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വാസ് അൺഅക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. കറക്റ്റ് പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസേജിൽ നിന്ന് അതേപോലെ എടുത്തിട്ട് ഒന്ന് റീഫ്രെയിം ചെയ്തിട്ടുള്ളൊരു നല്ലൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസേജ് കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഷൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഈസി ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു പാസേജ് തന്നെയാണ് 2 പാസേജിലും നമ്മുടെ CUETയിലെ ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ആ 10 ക്വസ്റ്റ്യൻ ശരിയാക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 5 മാർക്ക് കിട്ടുവാണെങ്കിൽ 50 മാർക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന ഒന്ന് തന്നെയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ റിപ്പബ്ലിക്സ് ഓഫ് USSR? വീണ്ടും ഇവിടെയൊക്കെ നോട്ട് കറക്റ്റ് ആണ് കേട്ടോ വരുന്നത്. റിപ്പബ്ലിക്സ് ഓഫ് USSRനെ കുറിച്ചിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? ദർ വർ 15 റിപ്പബ്ലിക്സ്. റഷ്യൻ പീപ്പിൾ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ബൈ അതർ റിപ്പബ്ലിക്സ്. ദ യൂണിയൻ ഓഫ് ഓൾ ദ റിപ്പബ്ലിക്സ് വാസ് കോൾഡ് ദ USSR. ആൻഡ് റഷ്യ വാസ് ദ മോസ്റ്റ് ഡൊമിനന്റ് റിപ്പബ്ലിക്. ഏതാണ്? ഇതും കുറച്ചൊരു ട്രിക്കാണ്, എന്നാലും ഈസി ആയിട്ട് ഫസ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ ഈസി ആയിട്ട് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂ, പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 15 റിപ്പബ്ലിക്സ് അത് നമുക്കറിയാം, അതെന്തായാലും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ മുന്നേ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. റഷ്യൻ പീപ്പിൾ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ബൈ അതർ റിപ്പബ്ലിക്സ് അവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ കാരണം റഷ്യൻ പീപ്പിളെ നെഗ്ലക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ദ യൂണിയൻ ഓഫ് ഓൾ റിപ്പബ്ലിക്സ് വാസ് കോൾഡ് ദ USSR. ആ യൂണിയൻ ഓഫ് എല്ലാ റിപ്പബ്ലിക്സിനെയും കൂടി കൂടിയിട്ട് വിളിക്കുന്നതാണ് USSR എന്ന് പറയുന്നത്. ആൻഡ് റഷ്യ വാസ് ദ മോസ്റ്റ് ഡൊമിനന്റ് റിപ്പബ്ലിക്. ഏതാണ്? ബി. കിഷോർ ബി. കറക്റ്റാണ്, രണ്ടുപേരും കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ബി എന്ന് പറയുന്നത്. പിന്നെ കിഷോർ സി പറയുന്നത് എന്താണ്? അതറിയാണ്ട് ടൈപ്പ് ചെയ്യാൻ പോയായിരിക്കും അല്ലേ കിഷോർ? ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ബി ആണ് കേട്ടോ. റഷ്യൻ പീപ്പിൾ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ബൈ അതർ റിപ്പബ്ലിക്സ്. റഷ്യൻ പീപ്പിൾ അല്ല നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടത്, മറ്റ് റിപ്പബ്ലിക്സിലെ ജനങ്ങളാണ് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ റഷ്യയുടെ ഡൊമിനൻറ്റ്, അതായത് റഷ്യയുടെ ഡൊമിനൻസ് ഉണ്ടായിരുന്നു USSRൽ അല്ലേ? അല്ലെങ്കിൽ USSR സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ റഷ്യയുടെ ഡൊമിനൻസ് ആയിരുന്നു. അതുകൊണ്ട് അതർ പീപ്പിൾ അല്ലെങ്കിൽ ദ പീപ്പിൾ ഇൻ അതർ റിപ്പബ്ലിക്സ് വർ നെഗ്ലക്റ്റഡ് ബൈ ദ റഷ്യൻസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റഷ്യൻ പീപ്പിൾ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ബൈ അതർ റിപ്പബ്ലിക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ നോക്കൂ, നമുക്ക് നോക്കാം. റഷ്യ ഡോമിനേറ്റഡ് എവറിത്തിങ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ റീജിയൻ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ആൻഡ് ഓഫൻ സപ്രസ്ഡ്. റഷ്യയിലുള്ള പീപ്പിൾ അല്ല, പീപ്പിൾ ഫ്രം അതർ റീജിയൻ അപ്പാർട്ട് ഫ്രം റഷ്യ. അപ്പോൾ മറ്റ് USSR റിപ്പബ്ലിക്സുകളുണ്ടല്ലോ, അവിടെയുള്ള ജനങ്ങളാണ് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ സപ്രസ് ചെയ്യപ്പെട്ടത്, റഷ്യയിലെ ജനങ്ങളല്ല. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്?
ഓപ്ഷൻ ബി ആണ്. റഷ്യൻ പീപ്പിൾ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ബൈ അതർ റിപ്പബ്ലിക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അതർ റിപ്പബ്ലിക്സ് പീപ്പിൾ ഇൻ ദ അതർ റിപ്പബ്ലിക്സ് വർ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ആൻഡ് സപ്രസ്ഡ് എന്നാണ്. കറക്റ്റ് ആണ്. ആമിന ആൻഡ് കിഷോർ ബി. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇനി ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. അപ്പോൾ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 2 പാരഗ്രാഫ് സ്നിപ്പ് ചെയ്ത് വെച്ചാണ്, ഒറ്റ പാരഗ്രാഫാണ്. ഓക്കെ, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള 5 ചോദ്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ എന്ത് ചെയ്യുക, ആദ്യം ചോദ്യം ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് അതായത് സമയം ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങൾക്ക് പാരഗ്രാഫ് വായിക്കാൻ, അല്ലെങ്കിൽ ചോദ്യം വായിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ നേരെ പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യത്തിലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ചോദ്യം ഒന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം ഏരിയ നിന്നാണ് ചോദ്യം വരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിച്ചാൽ മതി. എന്നിട്ട് പാരഗ്രാഫിലോട്ട് വന്നിട്ട് ചോദ്യം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പാരഗ്രാഫ് വായിക്കാം. ദ ചൈന വാർ dented. Okay, the China war dented India's image at home and abroad. India had to approach the Americans and British military assistance to tide over the crisis. The Soviet Union remained neutral. During the conflict, it induced a sense of national humiliation and at the same time strengthened a spirit of nationalism. Okay, some of the top army commanders either resigned or were retired. Nehru close associate and then defense minister V.K. Krishnamenon had to leave the cabinet. അദ്ദേഹം രാജിവെച്ചു. Nehru's own stature suffered as he was severely criticized for his naive assessment of the Chinese intentions and lack of military preparedness. And for the first time, a no confidence motion against his government was moved and debated in the Lok Sabha. Soon thereafter, the Congress lost some key by-election to Lok Sabha, and the political mood for the country had to begun to change. അപ്പം ഈ ഒരു പാരഗ്രാഫ് വായിച്ചു. അടുത്ത ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. The Sino-Indian conflict affected the opposition as well. ഓക്കെ, Sino-Indian കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. Sino-Indian conflict 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ കുറിച്ചാണ്. This and the growing rift between China and Soviet Union created irreconcilable difference within the Communist Party of India, CPI. The pro-USSR faction remained within the CPI and moved towards closer ties with the Congress. The other faction was for some time closer to China and was against any ties with the Congress. And the party split in 1964 and the leaders of the latter faction formed the CPIM, അല്ലെങ്കിൽ Communist Party of India Marxist. In the wake of China war, many leaders from those that became CPIM were arrested for being pro-China. And read the passage below and answer the following question, അല്ലെങ്കിൽ ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതന്നെയാണ് നമ്മൾ 2 പാരഗ്രാഫും വായിച്ചു. ഒരു പാരഗ്രാഫ് പറയുന്നത് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം Sino-Indian വാറുണ്ടായപ്പോൾ എന്തെല്ലാം സംഭവിച്ചതെന്നുള്ളത്, പിന്നെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നടന്ന ഒരു CPIയും സ്പ്ലിറ്റായ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് വാസ് ദ കണ്ടസ്റ്റ് ഓഫ് ദ പാസേജിൻ്റെ സന്ദർഭം എന്താണ്? കോണ്ടസ്റ്റ് എന്താണ് കോണ്ടസ്റ്റ്? സോവിയറ്റ് ഇന്ത്യൻ കോൺഫ്ലിക്റ്റ്, Sino-Indian കോൺഫ്ലിക്റ്റ്, Sino-Soviet കോൺഫ്ലിക്റ്റ്, അമേരിക്കൻ ബ്രിട്ടീഷ് കോൺഫ്ലിക്റ്റ്. ഇതിലേതാണ് കണ്ടസ്റ്റ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലേ. കറക്റ്റ് ആ സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് പറയാം. കിഷോർ എന്നാമിന വേറെ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവരും ചാറ്റ് ബോക്സിൽ വരാം കേട്ടോ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് കണ്ടസ്റ്റ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആമിന കറക്റ്റാണ്, പി. ആൻഡ് കിഷോറിന് കറക്റ്റ്, കിഷോർ രണ്ടുപേരും കറക്റ്റാണ്. ഓപ്ഷൻ ബി, Sino-Indian കോൺഫ്ലിക്റ്റ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, വേറെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വരാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസേജാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുന്നതാണെങ്കിൽ ആ പാസേജ് വായിച്ചിട്ടുണ്ടാവുക, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. തെറ്റിയ പോയാലൊന്നും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ Sino-China conflict, what was the response of Soviet Union towards India? സോവിയറ്റ് യൂണിയൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു ഇന്ത്യയുമായിട്ട് ഡ്യൂറിങ് Sino-Indian കോൺഫ്ലിക്റ്റിൽ? അത് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സപ്പോർട്ടഡ്, ന്യൂട്രൽ, ഒപ്പോസ്ഡ്, ഓപ്പൺലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോൺഫ്ലിക്റ്റ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇതും വളരെ ഈസിയാണ്. അപ്പോൾ പാസേജിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ, വളരെ ഈസിയാണ്.
ഫസ്റ്റ് പാസേജ് പോലെ തന്നെ സെക്കൻഡ് പാസേജും വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നു 10 out of 10 എല്ലാവർക്കും മേടിക്കാൻ പറ്റും ഈ ഒരു പാസേജിൽ നിന്ന്. മറ്റേ 2 പാസേജിൽ കൂടി നോക്കുവാണെങ്കിൽ. ഓക്കെ, കിഷോർ ആൻഡ് ആമിന ന്യൂട്രൽ കറക്റ്റാണ്, രണ്ടുപേരും കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള പാസേജ് ആണല്ലേ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ ന്യൂട്രൽ ആയിരുന്നു അല്ലേ, ഇന്ത്യയും ചൈനയും സഹിക്കാതെ ന്യൂട്രൽ പൊസിഷൻ ആയിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ കോൺഫ്ലിക്ട് ഹു വാസ് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു? 1962 ഇൻഡോ ചൈന വാർ നടക്കുമ്പോൾ, ഇൻഡോ അല്ലെങ്കിൽ ചൈന ഇൻഡോ വാർ നടക്കുമ്പോൾ ആരായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ? എ കെ ഗോപാലൻ, ജവഹർലാൽ നെഹ്റു, വി കൃഷ്ണമേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഹു വാസ് ദ ഡ്യൂറിംഗ് ദ കോൺഫ്ലിക്ട് ഓഫ് സിനോ ഇൻ ദ വാർ ഹു വാസ് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നേരെ പാസേജിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ആരാണ് പറഞ്ഞോളൂ? അംന ആൻഡ് ഇറ്റ്സ് മീ കീർത്തൂസ്. കീർത്തൂസ് ആരാണ്? കീർത്തനയാണോ? കൃഷ്ണമേനോൻ. കറക്റ്റാണ്. കിഷോർ ആൻഡ് ആമിന ആൻഡ് കീർത്തൂസ്. ഇറ്റ്സ് മീ കീർത്തൂസ്. കീർത്തൂസിൻ്റെ പേരൊന്ന് പറയുമോ? കീർത്തന എന്നാണോ അതിൻ്റെ ഷോർട്ടാണോ? ഓക്കെ, കറക്റ്റാണ്. വി കൃഷ്ണമേനോൻ അല്ലേ. ഇതും കറക്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്യൂറിംഗ് ദ കോൺഫ്ലിക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഡിഡ് ഇന്ത്യ അപ്രോച്ച് ഫോർ മിലിറ്ററി അസിസ്റ്റൻസ്? ഏത് കൺട്രീസിന് അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലായിട്ടാണ് ഇന്ത്യ അപ്രോച്ച് ചെയ്തത് മിലിറ്ററി അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഡ്യൂറിംഗ് സിനോ ഇൻ ദ കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ട്? അല്ലെ ആ സമയത്ത്, ആ നടന്ന സമയത്ത് USA സോവിയറ്റ് യൂണിയൻ, USA ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന, ആൻഡ് ചൈന ആൻഡ് USA. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. പറഞ്ഞോളൂ. സോദി സതീഷ്, വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞോളൂ പെട്ടെന്ന്. സോദി, കിഷോർ, കീർത്തൂസ്, അമിന പെട്ടെന്ന് നോക്കിയിട്ട് ഏത് കൺട്രീസ് ആയിരുന്നു ഇന്ത്യ അപ്രോച്ച് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി സോവിയറ്റ് യൂണിയൻ എന്താണ്, ന്യൂട്രലാണ് എടുത്തത് നമുക്ക് മനസ്സിലായി. പിന്നെ ചൈന എന്തായാലും വരില്ല, കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ചൈനയുടെ അസിസ്റ്റൻസ് എന്തായാലും ഇന്ത്യ എടുക്കില്ലല്ലോ. പിന്നെ ഒരു ഓപ്ഷൻ വളരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കിഷോർ, US ആൻഡ് ബ്രിട്ടൻ. ഓപ്ഷൻ ബി അത് തന്നെയാണ്, കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി പോവാം. നമ്മുടെ ഫസ്റ്റ് പാസേജിലെ ഫസ്റ്റ് ലൈൻ, ഇന്ത്യ ഹാഡ് ടു അപ്രോച്ച് ദ അമേരിക്കൻസ് ആൻഡ് ദ ബ്രിട്ടീഷ് ഫോർ മിലിറ്ററി അസിസ്റ്റൻസ്, അവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാസേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാസേജ് വായിച്ചപ്പം സൗദിയൊക്കെ ഫസ്റ്റ് വരുന്നതുകൊണ്ട് പാസേജ് വായിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഏന്ന് കൊടുത്തത്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പാസേജ് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത്. അപ്പം ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ പാസേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഈ സെഷൻ്റെയും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പറയുന്നത്. The CPI, the Communist Party of India, had split in the year 1964 in the wake of which of the following? Pakistan war, China war, Bangladesh war and Kargil war. വീണ്ടും സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ. ഇങ്ങനെയൊക്കെ ചോദിക്കാവോ എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ നിങ്ങൾ മനസ്സിലായി. ഇത്ര സിമ്പിളായിട്ടുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടോ NTA, അല്ലെങ്കിൽ NTA എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഇത് ആ പാസേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്, അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് വരുന്നത്. അപ്പം 50 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പക്ഷേ നമ്മൾ പാസേജ് വളരെ ശ്രദ്ധയോടെ വായിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് പാസേജിലില്ലാത്ത, അല്ലെങ്കിൽ പാസേജിലോട്ട് വീണ്ടും പോവുക, ഒന്നുകൂടി നോക്കുക, കൺഫേം ചെയ്യുക, എന്നിട്ട് ഉത്തരം എഴുതുക എന്നുള്ളത്. സമയത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. നിങ്ങൾ തീരെ സമയമില്ലെങ്കിൽ ഒറ്റ പാസേജ് വായിച്ചാൽ തന്നെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതാണ്? ഓക്കെ, സോദി, ചൈന, കിഷോർ ആൻഡ് അമിന, ചൈന വാർ. കറക്റ്റാണ്. നമ്മുടെ പാസേജ് തന്നെ ഇന്തോ ചൈന വാറിനെ കുറിച്ചാണ്. അപ്പോൾ CPIൻ്റെ സ്പ്ലിറ്റ് നമ്മുടെ ആ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇതിൽ ഫുൾ പറയുന്ന ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ മൊത്തം CPIയും CPMൻ്റെയും സ്പ്ലിറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്.
വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പാസേജിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ പാസേജിൻ്റെ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 50 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി, യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് പൊളിറ്റിക്കൽ സയൻസ് സെക്ഷൻ 2 പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് 2022. അത് പോയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ സെഷനും നിങ്ങൾ എടുത്ത് കാണുക, എന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക ഏതെല്ലാം ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അല്ലെങ്കിൽ ടഫായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു സെഷൻ കണ്ടിട്ട് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിന് ജഡ്ജ് ചെയ്യരുത്. കാരണം ഈ ഒരു സെഷനിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും 10 ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉള്ള എല്ലാവർക്കും അത്, കാരണം നിങ്ങളെല്ലാവർക്കും അത് നോളജ് ഉണ്ട്. കാരണം ഈ CUET ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അത്രയും ബേസിക് നോളജ് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ഈ ഒരു സെഷനിൽ. പക്ഷേ ബാക്കി ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു അല്ലേ. നമുക്ക് ഈസി ആയിട്ടുള്ള ഉണ്ടായിരുന്നു, മീഡിയം ലെവലിൽ ഉണ്ടായിരുന്നു, കുറച്ച് ടഫായിട്ടുള്ള ചോദ്യവും ഉണ്ടായിരുന്നു, ഒക്കെ ഒരു മിക്സ്ഡ് ആയിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു 100% എന്നുള്ളത് അതിന് കുറച്ച് പണിയെടുക്കണം കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളൊക്കെ എടുത്താൽ മാത്രമേ 100% എന്നുള്ള ആ ഒരു മാർക്ക് എത്തണേ. അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ 100, അതായത് 100 out of 100 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 100% എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പർ ആ ഒരു സെഷനിൽ ഏറ്റവും ടോപ്പർ കിട്ടുന്ന ആർക്കാണ്. അപ്പോൾ 99.9 സ്കോർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് 200 ഏകദേശം ഒരു 199 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു പരീക്ഷയിൽ അതാണ് ഹൈ സ്കോർ എങ്കിൽ അവിടെ 100% വരും. സ്കോർ 199 ആയിരിക്കും. അതാണ് പെർസെൻറ്റൈൽ എന്നുള്ളത്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം CUET പല ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പല ദിവസങ്ങളിൽ പല പേപ്പറുകൾ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 4 ദിവസങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് കണക്കാക്കുക പൊളിറ്റിക്കൽ സയൻസിൻ്റെ? കാരണം ഓരോരുത്തർക്ക് ടഫ്നെസ് ലെവൽ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും 2023 നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സെഷൻ കണ്ടിട്ട് പൊളിറ്റിക്കൽ സയൻസിന് ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. കഴിഞ്ഞ സെഷന് പോയി കാണുക. ഓരോ ക്വസ്റ്റ്യൻസ് വളരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഓരോ ബോക്സിൽ നിന്ന് എടുക്കുന്നതും ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു ലൈനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ് വേൾഡ് പൊളിറ്റിക്സും കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സും പൊളിറ്റിക്സ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ട്രിക്കി ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് NTA ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് സെഷനും കാണാം. ഇനി നമുക്ക് മറ്റൊരു സെഷൻ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. അതായത് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് സെഷൻ 6 നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഏതെല്ലാം ടൈപ്പിലാണ് 2022 ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അതിനേക്കാളും കുറച്ചൊരു ഒരു പടി മുന്നിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2023 വരുന്നത്. കാരണം ഒന്നുകൂടി കോമ്പറ്റീഷന് ഒന്നുകൂടി ടൈറ്റ് ആവാനാണ് സാധ്യത. കാരണം ഒരുപാട് പേര് CUET എഴുതാണ്ട് ഇനി ഒരു നോൺ മെഡിക്കൽ നോൺ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് CUET മാത്രമാണ്. അതായത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ. അപ്പോൾ നിങ്ങൾ 2023 നിങ്ങൾ CUET ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എയിം എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപ്പോയ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളും അത് വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ പോവുക. അവിടെ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സാമ്പിൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് ഫീസ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പറുണ്ട് താഴെ. അതിൽ കയറിയിട്ട് നിങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ അവരെ വിളിക്കാം. അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഒന്നെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പം ബാക്കി കോച്ചിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെഷൻ 1 ആയിക്കോട്ടെ, സെക്ഷൻ 2 ആയിക്കോട്ടെ, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, ഒരുവിധം എല്ലാ സബ്ജക്ട്സിൻ്റെയും കോച്ചിങ് നമ്മുടെ പ്രൊപ്പോയ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സാമ്പിൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതിലുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അമിന റഷീദ്, താങ്ക് യു ആൻഡ് താങ്ക് യു യൂട്യൂബ്, അമിന റഷീദ്, വേറെ ഓക്കെ. എനിവേ, താങ്ക് യു അമിന റഷീദ്, കിഷോർ, സ്വാതി, പിന്നെ ആരായിരുന്നു, കീർത്തൂസ്, വേറെ എന്തുണ്ട്, പിന്നെ ആരെങ്കിലും വിട്ടുപോയ ഞാൻ.
എല്ലാവർക്കും താങ്ക് യു ഫോർ ബീങ് ഹിയർ ആൻഡ് സോൾവിങ് അലോങ് വിത്ത് മീ. ആൻഡ് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അടുത്ത പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിഫറെൻ്റ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, ഏത് ടൈപ്പിലായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. വൈകാതെ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ, ബൈ.